വയനാടെന്ന് ഞങ്ങൾക്ക് എന്താണ് കൊണ്ടുവന്നത്? തമാശ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആനേനെയും കടുവേനെയൊക്കെ ലൈവായിട്ട് കണ്ടിട്ടുണ്ടോ? ആനേനെ ലൈവായിട്ട് കാണണമെങ്കിൽ ഇവിടെ എല്ലാ അമ്പലത്തിലും കൊണ്ടുവന്ന് നീ കണ്ടുകൂടെ നിനക്ക്? നീ മഴ വരുന്നതിന് മുമ്പ് മയില് പീലി വിടർത്തി നൃത്തം ചെയ്യുമെന്നൊക്കെ കേട്ടുള്ളത്. അത് അതിന്റെ ഇണേനെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാ, മഴ വരുന്നതിന് മുമ്പ് ചെയ്യുന്നൊന്നുമല്ല. ബീരാനിക്ക ചില സമയത്ത് ഡാൻസ് കളിക്കാൻ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ആകർഷിക്കാൻ വേണ്ടിയാണെന്ന്. അല്ല, മയിലായിരുന്നു. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പിഷുവിനെ കുറിച്ചാണ്. അയ്യോ ക്ഷമിക്കണം, പിഷാരിച്ചനെ കുറിച്ചല്ല കേട്ടോ. നല്ല ഒന്നാന്തരം പിശുക്കിനെ കുറിച്ചാണ്. എന്റെ ഷോപ്പിലെ ഊതുകടയിലെ വന്ന കൂട്ടുകാരാ, 10 കൂട്ടുകൾ മിക്സ് ചെയ്തൊര നല്ല സ്മെല്ല് തോന്നും, അത്തറൊന്നു വേണ്ടേ? Once upon a time, once upon a time, once upon a time, once upon a time. Hello my dear viewers, and this is Once Upon a Time Season 4 Stand Up for Girls, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. നമ്മൾ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളിലൊക്കെ പിന്നീടത്തേക്ക് മാറ്റി വെക്കാറുണ്ട്. ഇതിന് നമ്മൾ പ്രോകാസ്റ്റിനേഷൻ എന്ന് പറയും. ആക്ച്വലി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഷോ തുടങ്ങാൻ സമയമായിരിക്കുന്നു. ആൻഡ് ദിസ് ഈസ് ദ റൈറ്റ് ടൈം. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല നല്ല തമാശകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും വൺസ് അപ്പോൺ എ ടൈം പിന്നീട് കാണാം എന്ന് മാറ്റി വെക്കരുത്. സോ ഇന്നത്തെ ഒരു പുതുമയാർന്ന എപ്പിസോഡിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി. യെസ്, ദി ഗോർജിയസ് രചന നാരായണൻകുട്ടി. നമ്മുടെ സ്വീറ്റ് ആൻഡ് ലവ്ലി താത്ത പ്രോ മാക്സ്. ഇനി അടുത്തതായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്, തട്ടിൻപുറത്തെ അച്യുതൻ, മൃദുഭാവെ, ദൃഢകൃത്യ എന്നീ ചിത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് ഫേവറേറ്റായി മാറിയ ദി ബ്യൂട്ടിഫുൾ ആക്ട്രസ് ശ്രവണ. സീസൺ 4 മത്സരാർത്ഥികൾക്ക് ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളത് നമ്മുടെ ഷോയുടെ ഒരു വലിയ ഹൈലൈറ്റ് ആണ്, പ്രത്യേകതയാണ്. ചില എപ്പിസോഡുകൾ സാധാരണ എപ്പിസോഡുകളിൽ നിന്നും കൂടുതൽ സ്പെഷ്യൽ ആകുന്നതും ഇതുപോലുള്ള കൊച്ചു കൊച്ചു മിടുക്കുകൾ എത്തുമ്പോഴാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലും 2 മിടുക്കി കുട്ടികളാണ് കണ്ടസ്റ്റൻസ് ആയിട്ട് എത്തിയിട്ടുള്ളത്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ടിയോണ ആൻഡ് അനുശ്രീ. അനുശ്രീ വെൽക്കം ആൻഡ് ടിയോണ വെൽക്കം. Thank you. ഓക്കെ, പറയൂ, രണ്ടുപേരും ഏതൊക്കെ ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ. 7th-ലാണ്? 6th-ൽ. ഓക്കെ, ഒരു ക്ലാസ്സിന്റെ വ്യത്യാസം. ഏത് സ്കൂളിൽ നമ്മൾ പഠിക്കുന്നത്? നളന്ദ പബ്ലിക് സ്കൂൾ. എവിടുന്നാ വരുന്നേ? എറണാകുളത്ത് തമ്പനം. എറണാകുളത്ത് തന്നെയാണ് നളന്ദ പബ്ലിക് സ്കൂൾ. മോള്? സെന്റ് ജോസഫ് UP സ്കൂൾ മേപ്പാടി. മേപ്പാടി. മേപ്പാടി എവിടെയാ മോളെ? വയനാട്. വയനാട് മേപ്പാടി എന്നാണ് വന്നിരിക്കുന്നത്. ഓ, ഇന്ന് തമ്മനത്തുനിന്നും ആളെത്തിയിട്ടുണ്ട്, വയനാട് എത്തിയിട്ടുണ്ട് അല്ലേ? വയനാടെന്ന് ഞങ്ങൾക്ക് എന്താണ് കൊണ്ടുവന്നത്? വയനാടിന്ന് തമാശ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വയനാട്ടിൽ എന്താ ഉള്ളത് പ്രത്യേകതയായിട്ട്? എനിക്ക് അവിടുത്തെ നല്ല പച്ചപ്പൊക്കെയാണ്, അപ്പൊ അതൊക്കെ ഭയങ്കര ഇഷ്ടാണ്. കൊച്ചിയിൽ ആദ്യമായിട്ടാ വരണേ? അല്ല, മുൻപ് ഒരു വട്ടം വന്നിട്ടുണ്ട്. തമ്മനത്തുനിന്ന് എന്ത് കൊണ്ടുവന്നു ഞങ്ങക്ക്? തമ്മന തമാശകൾ ആണ് കൊണ്ടിരിക്കുന്നത്. വയനാടൻ തമാശകൾ, തമ്മനം തമാശകൾ. തമ്മന തമാശകൾ അല്ലേ? തമ്മനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? തമ്മനത്തെ പറ്റി ഒരു പാരഗ്രാഫ് പറയാ. അതെ, തമ്മനത്തെ കുറെ കടകളുണ്ട്, സ്കൂളുണ്ട്, പിന്നെ വീടുണ്ട്, ആൾക്കാരുണ്ട്. ഒരു പാരഗ്രാഫ് ഓക്കെ ആണോ താത്തെ? അല്ല, അപ്പൊ കാക്കയും പട്ടി പൂച്ചൊന്നും ഇല്ല അവിടെ. ഇനി വയനാടിനെ കുറിച്ച് പറയൂ. കുറച്ച് പച്ചപ്പും കൂടുതലാണ്. പച്ചപ്പ്, പച്ചപ്പ്, ഹരിതാപ, സ്പൈസസ് ഉണ്ട്, കാപ്പി. ആനുണ്ട്, കടുവുണ്ട്. ഈ ആനേനെയും കടുവേനെയും ഒക്കെ ലൈവായിട്ട് കണ്ടിട്ടുണ്ടോ? ആനേനെ ലൈവായിട്ട് കാണണമെങ്കിൽ ഇവിടെ എല്ലാ അമ്പലത്തിലും കൊണ്ടുവന്ന് നീ കണ്ടുകൂടെ നിനക്ക്? ഞാൻ കൊരങ്ങുണ്ട്. കൊരങ്ങുണ്ട്, കാട്ടിൽ ഇറങ്ങി വരുന്ന കൊരങ്ങിനെ മോളെ ലൈവായിട്ട് കണ്ടിട്ടുണ്ടാ? കണ്ടിലേക്ക് നോക്കിയോ? നിങ്ങളുടെ വീട്ടില് മയില് വരും? മയില് അവിടെ ഇല്ല. എന്റെ വീട്ടിൽ വരും. എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, എന്റെ അമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ മയിലാണ് എല്ലായിടത്തും വരുന്നത്. ആരുടെ അവൻ? ശരി, ഡയാനയുടെ വീട്ടിൽ എവിടെന്നാ മയിൽ വന്നത്? എനിക്കറിയില്ല ചേട്ടാ. ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്കും മതിലിന്റെ മുകളിൽ ഇരിപ്പുണ്ട്. അത് വല്ല പൂവൻകോഴി ആയിരിക്കും. തിരുവനന്തപുരത്ത് ടൗണില്. ഇപ്പൊ മയില് ഫുള്ള് എല്ലായിടത്തും ഉണ്ട്. എന്റെ വീട്ടിൽ മാത്രമേ ഒരു ഈ മയില് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ വരൾച്ച വരുമെന്നാണ് ശാസ്ത്രജ്ഞന്മാര് പറയണേ. ആണോ?
ആണോ ഞാൻ ആദ്യമായിട്ട് ഡ്രൈ കേൾക്കാം. ആയിട്ടുള്ള പ്ലേസിലേക്കാണ് അവർ അട്രാക്റ്റഡ് ആവാന്ന്. വാട്സാപ്പിലെ ശാസ്ത്രജ്ഞന്മാരാ പറഞ്ഞേക്കണേ, എനിക്കറിയാൻ പാടില്ല. പക്ഷെ രചന സമ്മതിച്ചായിരുന്നു അതിന് മുമ്പേ. ശരി വെച്ചല്ലോ. ഡ്രൈ ആയിട്ട് സ്ഥലത്തേക്ക് മയിലുകൾ പോകും എന്നുള്ളത് ശാസ്ത്രീയമായി രചന അംഗീകരിച്ച ISO 9002 മുദ്രയും വെച്ച ശാസ്ത്രത്തിന്. നാസയുടെ റിപ്പോർട്ട് ഉണ്ടായെന്നൊക്കെ പറഞ്ഞോളൂ. അതൊക്കെ രചന അയക്കാറുണ്ട്. രചനയുടെ അഭിപ്രായത്തിൽ താർ മരുഭൂമിയിൽ ഒട്ടകത്തേക്കാൾ കൂടുതൽ മയിലുകളാണ് നിൽക്കുന്നത്. പക്ഷെ മരുഭൂമിയിൽ മയിലുണ്ടാവും, അതാണെന്ന് തോന്നി മഴ വരുന്നതിന് മുമ്പ് മയിൽ പീരി പിടിച്ച് നൃത്തം ചെയ്യുമെന്നൊക്കെ കേട്ടിട്ടുള്ളത്. അത് അതിന്റെ ഇണേനെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാ, മഴ വരുന്നതിന് മുമ്പ് ചെയ്യുന്നൊന്നുമല്ല. അങ്ങനെയാണ് നീരജ് മാധവ് എന്തിനാ ഡാൻസ് കളിക്കുന്നത്? നീരജ് മാധവ് മയിലാണോ? അല്ല, ഡാൻസ് കളിക്കുന്നത് എന്തിനാ? വീരാനൊക്കെ ചില സമയത്ത് ഡാൻസ് കളിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ആകർഷിക്കാൻ വേണ്ടിയാണെന്ന്. അല്ല, മയിലായിരുന്നു. ശരി, ഇവരോട് ചോദിക്കട്ടെ, മക്കൾ ആദ്യമായിട്ടാണോ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നത്? മുമ്പ് സ്കൂളിൽ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ ചെയ്തു. സ്കൂളിലപ്പോ സ്റ്റാൻഡപ്പ് കോമഡി മത്സരം കോമ്പറ്റീഷൻ ഉണ്ട്. എന്നിട്ട് ഫസ്റ്റ് മേടിച്ചോ? ഫസ്റ്റ് പ്രൈസ്. ഫസ്റ്റ് മേടിച്ചു. മേടിക്കും. ഇവിടെ മോള് മുന്നേ ചെയ്തിട്ടുണ്ടോ? വേറൊരു പ്രോഗ്രാമിൽ ചെയ്തു. ഓക്കെ, ശരി. അപ്പൊ രണ്ടുപേരും തകർക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഹാർട്ടി വെൽക്കം രണ്ടുപേർക്കും. രണ്ടുപേരോടും ഒരു കുസൃതി ചോദ്യം ചോദിക്കും. അതിൽ ആരാണ് ശരി ഉത്തരം പറയുന്നത് അവരായിരിക്കും ഇന്ന് ഇവിടെ ആദ്യം പെർഫോം ചെയ്യുന്നത്. താത്തയായിരിക്കും ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവാണ്, എന്നാലും പെട്ടെന്ന് വെറുതെ പറഞ്ഞപ്പോ എനിക്കൊരു കുസൃതി ചോദ്യം കിട്ടണ്ടേ, അത് കാരണം വെച്ചടക്കണതാ. കാശ് കയ്യിൽ വരുമ്പോ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവും, കാശ് കയ്യിൽ വരുമ്പോൾ നൃത്തം ചെയ്യുന്ന ആൾക്കാരുണ്ട്, കാശ് കയ്യിൽ വരുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ അത്ഭുതം കൂടുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? കാശ് കയ്യിൽ വരുമ്പോൾ പുഞ്ചിരിക്കുന്നത് ആരാണ്? മനുഷ്യനല്ല. എനിക്ക് കാശ് എന്ന് പറയുമ്പോൾ നോട്ട് കയ്യിൽ വരുമ്പോൾ പുഞ്ചിരിക്കുന്നത് ആരാണ്? എന്തെങ്കിലും ഒന്ന് ഗസ് ചെയ്തേ. നമ്മൾ ആ നോട്ടിനെ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഗാന്ധിജിയാ? അടിപൊളി. Yes, correct. ഇടുക്കി. കാശ് കയ്യിൽ വരുമ്പോൾ പുഞ്ചിരിക്കുന്നത് ഗാന്ധിജിയാണ്. ഗാന്ധിജി. Okay, very good. So, ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം മത്സരിക്കുന്നത് അനുശ്രീയാണ്. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ അനുശ്രീ എം മേനോൻ. എൻ്റെ വീട് എറണാകുളം തമ്മനത്താണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പിഷുവിനെ കുറിച്ചാണ്. അയ്യോ ക്ഷമിക്കണം, പിഷാരിച്ചനെ കുറിച്ചല്ല കേട്ടോ. നല്ല ഒന്നാം തരം പിശുക്കിനെ കുറിച്ചാണ്. താത്ത, പിശുക്കൾ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള പിശുക്കളുണ്ട് അല്ലേ? അത്തരത്തിൽ കുറച്ച് പിശുക്കളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് സ്കൂളിലെ കുറച്ച് പിശുക്കളെ കുറിച്ച് ചെയ്യാം. സ്കൂളിലെ പിശുക്ക് എന്ന് പറയുമ്പോൾ ടീച്ചർമാരുടെ വക, കുട്ടികളുടെ വക, എന്തിനേറെ സ്കൂളിൽ ആൻറ്റിമാർക്ക് വരെ ഉണ്ട് പിശുക്ക്. ടീച്ചർമാരുടെ പിശുക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർക്ക് ബോർഡിൽ എന്തെങ്കിലും ചോക്ക് വേണ്ടേ? ഒരു വലിയ ചോക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്താ ചെയ്യാന്നറിയോ? അതിനെ ഒടിച്ച് നുറുക്കി കഷ്ണങ്ങളാക്കട്ടെ അവർ ബോർഡിൽ എഴുതുള്ളൂ. പിന്നെ നമ്മൾ ഈ എക്സാം എഴുതുമ്പോൾ ഒരു കുത്തോ കോമി ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർമാർ അതിന് മാർക്കിടാൻ വരെ രണ്ടിരട്ടി പിശുക്ക് കാണിക്കാറുണ്ട് അല്ലേ രചന ചേച്ചി? പിന്നെ അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ കൂട്ടുകാരോട്, ഇപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പെൻസിലോ പേനോ കൊണ്ടുവരാൻ പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൂട്ടുകാരോട് വിളിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ പേന കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് വിളിച്ചു, എടി എനിക്കൊരു പേനായിരുന്നു. അപ്പോൾ അവളെന്താ ചെയ്തെന്നറിയോ? അവളുടെ കയ്യിലുള്ളതിൽ ഒരു മഞ്ഞ പേന കിട്ടാണ്, മഞ്ഞ നിറത്തിലുള്ള പേനാണ് എനിക്കെന്നത്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പെൻസിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് എടി ഒരു പെൻസിലായിരുന്നു. അപ്പോൾ അവളെന്താ ചെയ്തെന്നറിയോ? അവളുടെ പൗച്ചിലുള്ളതിൽ വെച്ചു ഇത് ചെറിയ പെൻസിലൊക്കെ എനിക്ക് തന്നു. അതാണെങ്കിലോ ഷാർപ്പ്നറിലിട്ട് ചെത്താൻ കൂടി പറ്റാത്തൊരു സാധനമായിരുന്നു. ഇനിയിപ്പം ആൻറ്റിമാരുടെ കാര്യത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ തലവേദനയ്ക്കായിട്ട് നമ്മൾ സിക്ക് റൂം പോകുമ്പോൾ സിക്ക് റൂമിലത്തെ ആൻറ്റിയോട് ചോദിക്കും, ആൻറ്റി കുറച്ച് ബാം വരുന്നു. അപ്പം ആൻറ്റി ഒരു ബാം തരും, പക്ഷെ അത് കുന്നിക്കുരുവിൻ്റെ അത്ര ഉണ്ടാവും ആ ബാം. ആ ബാമിനാണെങ്കിലോ 5-6 അവകാശികൾ വേറെ ഉണ്ടാവും. മറ്റാരല്ല കേട്ടോ, എൻ്റെ നൻപികളാണ്. നൻപികളെ പേരെ വേറെ ആരില്ലല്ലോ ഈ ലോകത്ത്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലത്തെ കാര്യം ആലോചിച്ചത്. വീട്ടിലെ കാര്യത്തിൽ പിശുക്കെന്ന് പറയുമ്പോൾ എൻ്റെ വല്യച്ഛനും ഭയങ്കര പിശുക്കാണ്. വല്യച്ഛൻ പൂരേക പിശുക്കാണ്. പക്ഷെ എത്ര പിശുക്കണമെന്നാലും വല്യച്ഛനാൾ പാവാണ് കേട്ടോ. ഒരു ദിവസം രാവിലെ ഞാനും വല്യച്ഛനും കൂടി നടക്കാൻ വേണ്ടി പോയിരുന്നു. നടക്കാറിഞ്ഞപ്പോഴോ വല്യച്ഛൻ്റെ കാലിലെ ചെരുപ്പിൻ്റെ വള്ളി അങ്ങ് പൊട്ടി. വല്യച്ഛൻ്റെ ചെരുപ്പ് എന്ന് പറയുമ്പോഴേ റബ്ബറിൻ്റെ ചെരുപ്പാണ്. താഴെ നീല കളർ മുകളിൽ വെള്ള കളറുള്ള ഒരു റബ്ബർ ചെരുപ്പ്. പക്ഷെ ഇപ്പം അതിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ഒരു ബ്ലേഡ് കനത്തിൽ താഴത്തെ നീല കളർ മുകളിലേക്ക് വന്നു. മുകളിലെ വെള്ള കളർ ആണെങ്കിലോ പാണ്ട് പിടിച്ചാൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ചന്ദ്രൻ്റെ പുറം ഭാഗം പോലെ ഉണ്ടാവും. ധാരാളം കുണ്ടും കുഴികളുണ്ടാവും അതിൽ, ധാരാളം കുണ്ടും കുഴിയാണ്. ഞാൻ വലിച്ചോടൊരു വലിച്ച ഒരു പുതിയ ചെരുപ്പ് മേടിച്ചിരുന്നു. അപ്പോൾ വലിച്ചൻ പറയണേ, എടി കൊച്ചേ നീ ആ ചായപ്പിൽ പോയിട്ടേ അവിടെ ഞാൻ കുറച്ച് ചക്കയുടെ കറ ഉണക്കി വെച്ചിട്ടുണ്ട്, നീ അതിങ്ങ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ശരി എന്ന് തൊട്ട് ഞാൻ പോയി. എൻ്റെ വലിച്ചൻ എല്ലാ കൊല്ലവും ഈ ചക്കയുടെ കറ ഉണക്കി വയ്ക്കും. എന്തിനാന്നല്ലേ അത് ഞാൻ വഴിയേ പറയാവേ.
അത് ഞാൻ ചക്കക്കറ എടുത്ത് കൊടുത്തു. എന്നിട്ട് വലിച്ചന് എന്ത് ചെയ്യുന്നറിയോ, അതൊരുക്കിയിട്ട് ചെരുപ്പിന്റെ വള്ളി പൊട്ടുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് വലിച്ചൻ എന്നോട് പറയാണേ, ഇതിനി 1 വർഷം വരെ ഓടുന്നു. ഞാൻ പറഞ്ഞല്ലോ വലിച്ചന് ചക്കക്കറ ഉണക്കി വെക്കുന്നു. എന്തിനാണല്ലേ, പാത്രത്തിന്റെയോ അല്ലെങ്കിൽ പക്കത്തിന്റെയൊക്കെ അവിടെ ഒരു ഓട്ടം വന്നാലേ വലിച്ചന് ഇത് വെച്ചിട്ട് അടയ്ക്കുക. ഇവിടെ ഉള്ള താത്തയ്ക്ക് അറിയോ ഈ ഒരു ട്രിക്ക്? ഇവിടെ ആർക്കെങ്കിലും അറിയാമായിരുന്നു ഈ ട്രിക്ക്? പുതിയ ട്രിക്കാ, ഓർത്ത് വെച്ചോ. പിന്നെ എന്ന് പറയുമ്പോൾ പിന്നെ ഈയിടെ വല്ലിച്ചൻ്റെ കൊച്ചുമോളുടെ കല്യാണമായിരുന്നു. അപ്പോൾ വീട് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പെയിൻറ് പണിക്കാർ വന്നു. പെയിൻറ് പണിക്കാർ പറഞ്ഞ സാധനങ്ങളൊന്നും അല്ല എൻ്റെ വല്ലിച്ചൻ മേടിച്ചത്. പെയിൻറ് പണിക്കാർ പറഞ്ഞു 2 ബക്കറ്റ് വെള്ള പെയിൻറ് മേടിക്കണം. പക്ഷെ എൻ്റെ വല്ലിച്ചനാണെങ്കിലോ ആകെ 1 ബക്കറ്റ് വെള്ള പെയിൻറ്റേ മേടിച്ചുള്ളൂ. അപ്പോൾ പെയിൻറ് പണിക്കാർ വെച്ചു, അല്ല 2 ബക്കറ്റ് മേടിക്കാൻ വേണ്ടി ഇതെന്തോ 1 ബക്കറ്റ്. അപ്പോൾ വല്ലിച്ചൻ പറയാണേ, 1 ബക്കറ്റ് വെള്ളം കൂടി ചേർത്ത് കലക്കി അങ്ങ് നീട്ടി പൂഷിക്കോളാം പിള്ളേരെന്ന്. പക്ഷെ എന്ത് പറയാനല്ലേ എൻ്റെ വല്ലിച്ചൻ്റെ പിശുക്ക്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ 2ാമത്തെ പിശുക്കാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മ ഒരു ഭൂലോക പിശുക്കിയാണേ. ഒരു ദിവസം ഓണം സെലിബ്രേഷന് ഞാൻ അമ്മയോട് ഒരു അമ്മ സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ് ഒരു പാവാടയും ബ്ലൗസും വെച്ചിരുന്നത്. അപ്പം അമ്മ എന്താ ചെയ്തതെന്നറിയോ, വേഗം തന്നെ അമ്മയുടെ മുറിയിൽ പോയിട്ടേ അലമാരിന്ന് മിനിമം അമ്മ ഒരു 5 വർഷം കൊടുത്ത് പഠിക്കുന്ന സാരി ആയിരിക്കുക, അതെടുത്തിട്ടാണ് എനിക്ക് പാവാടയും ബ്ലൗസും തയ്ച്ചു തന്നത്. അങ്ങനെ കുറച്ച് മാസം കഴിഞ്ഞു ക്രിസ്മസ് സെലിബ്രേഷൻ വന്നു. അമ്മയോട് പറഞ്ഞു, അമ്മ ക്രിസ്മസ് സെലിബ്രേഷനാണ് ഒരു ഫ്രോക്ക് മേടിച്ചിരുന്നത്. അപ്പം അമ്മ എന്ത് ചെയ്തെന്നറിയോ, നേരത്തെ വെച്ച് പാവാടും ബ്ലൗസില്ലേ അത് തന്നെ വീണ്ടും ഒരുമിച്ച് തയ്ച്ചിട്ട് അത് വെച്ച് എനിക്കൊരു ഫ്രോക്ക് കഴിച്ചിരുന്നത്. രമേശ് ഏട്ടാ ഇത് കേൾക്കണം, ഇങ്ങനെയാണെങ്കിൽ ഞാൻ 12th ഫെയർവെൽ പാർട്ടിക്ക് ഒരു സാരി എടുക്കാമെന്ന് വിചാരിച്ചാൽ അമ്മ ഈ ഫ്രോക്കിനെ കട്ട് ചെയ്ത് ബ്ലൗസ് ആക്കി തരും. പക്ഷെ എന്ത് പറയാൻ എൻ്റെ അമ്മയുടെ പിശുക്ക് ഇങ്ങനെയാണ് പോണെങ്കിൽ. പിന്നെ എൻ്റെ അമ്മയുടെ എക്സ്ട്രീം പിശുക്കാണെങ്കിൽ വീട്ടിലൊരു സോപ്പ് അടിക്കണം. എൻ്റെ അമ്മ പറയും സാധാരണ ആൾക്കാർ സോപ്പ് അടിക്കുന്നത് കുളിക്കാനാണെങ്കിൽ ഞാനും എൻ്റെ ഒരു സോപ്പ് അടിക്കണം പതിപ്പിച്ച് കളിക്കാനാണെന്ന്. അപ്പം എൻ്റെ അമ്മ എന്താ ചെയ്യാന്നറിയോ, ഒരു സോപ്പ് എടുത്ത് കഴിഞ്ഞാൽ ആ സോപ്പിൻ്റെ സൈസ് അനുസരിച്ച് അതിനെ 3-4 കഷ്ണമാക്കി കട്ട് ചെയ്യും. എന്നിട്ട് അതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ടാണ് ഞങ്ങൾ കുളിക്കണത് തന്നെ. പിന്നെ അത് പറഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ സംസാരിക്കാൻ പിശുക്കുള്ള ആൾക്കാരുണ്ടാവും അല്ലേ? അങ്ങനെ എൻ്റെ കൂട്ടത്തിലുണ്ട് അങ്ങനെ ഒരാൾ, എൻ്റെ സൂപ്പർ ഹീറോ, അതായത് എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛന് സംസാരിക്കാൻ ഭയങ്കര പിശുക്കാ. ഇപ്പം നമ്മൾ അച്ഛനോട് എന്തെങ്കിലും സംസാരിച്ചല്ലേ അച്ഛൻ എങ്ങനെയാ തിരിച്ച് മറുപടി പറയാന്നറിയോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും അച്ഛൻ തിരിച്ച് മറുപടിയാണ്. അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് ഫോണിൽ കുത്തി കളിയാണ് എൻ്റെ അച്ഛൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പതിവില്ലാണ്ട് എൻ്റെ അച്ഛനെ കാണാൻ കുറച്ച് ആൾക്കാർ വന്നു. വീട്ടിലെ ആൾക്കാർ വരുന്നൊരു പുത്തിരി അല്ലല്ലോ, കാരണം എൻ്റെ അച്ഛൻ ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് ഫേമസ് ആണ്, റിട്ടയർഡ് വില്ലേജ് ഓഫീസറാണ്, പിന്നെ കുറച്ച് നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ കുറച്ച് കൂട്ടുകാർ വീട്ടിലേക്ക് വന്നു. അപ്പോഴേ അവിടെ ട്രാപ്പായത് മറ്റാരുമില്ല, എൻ്റെ സൂപ്പർ ഹീറോയാണ്. അവിടെ വന്ന ആൾക്കാർക്ക് എൻ്റെ അച്ഛനോടാണ് ഓരോ ചോദ്യങ്ങൾ വെച്ചുകൊണ്ടിരുന്നത്. സുഖാണോ, ജോലിയൊക്കെ ഇങ്ങനെ വന്നു എന്നൊക്കെ അച്ഛനോട് സംസാരിച്ചേ. അപ്പോഴേ അച്ഛനാണെങ്കിൽ സംസാരിക്കാൻ പിശുക്കളുടെ കൂട്ടത്തിലാണല്ലോ. എന്നെ അച്ഛൻ അടുത്തേക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോളെ നീ അപ്പുറത്തെ മുറിയിൽ പോയിട്ടേ അച്ചാച്ചൻ്റെ ഫോൺ എടുത്തിട്ട് എൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിക്കാൻ. അപ്പം ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ ചെയ്തു. എൻ്റെ അച്ഛൻ ആ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, സർ ഐ എം ഗോയിങ് ടു ഡു ദ വർക്ക്. നൈസായിട്ട് അച്ഛനോട് എസ്കേപ്പായി. പിന്നത്തെ കാര്യം, നാട്ടിലൊക്കെ ഒരു കട ഉണ്ടാവും അല്ലേ, കടക്കാർ കൊണ്ടൊരു പിശുക്ക്. കാര്യം ഇപ്പം നമ്മൾ കടയിൽ നിന്ന് എന്തെങ്കിലും സാധനം മേടിച്ചു കഴിഞ്ഞാൽ കടക്കാർക്ക് ബാക്കി ചില്ലറ ഭയങ്കര പിശുക്കാ. ഇപ്പം നമ്മൾ സാധനം മേടിച്ചാൽ ബാക്കി ചില്ലറ നമ്മുടെ കടക്കാർ പറയും ബാക്കി പൈസക്ക് മിഠായി എടുക്കട്ടെ എന്ന്. പിന്നെ മിഠായി നേട്ടാ 6 മനസ്സൊന്നും അലിക്കാത്ത ഏത് കുഞ്ഞു കൊച്ചു വലിയ ആൾക്കാർ വരാം, മിഠായി നേട്ടാ 6 മനസ്സം കളിക്കും. പിന്നെ കിട്ടിയ മിഠായി മേടിച്ചോണ്ടായിരിക്കും തിരിച്ച് വീട്ടിലേക്ക് വരാം. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ആൻറ്റി ഉണ്ട്. ഈ ആൻറ്റിയുടെ ഹസ്ബൻഡ് റിട്ടയർഡ് ഗവൺമെൻറ് ഓഫീസറാണ്. മോൻ ദുബായിൽ ഭയങ്കര സെറ്റിൽഡാണ്. പക്ഷേ ഈ ആൻറ്റിയുടെ റേഷൻ കാർഡ് കളർ എന്താണെന്നറിയോ ഇവിടെ ആർക്കെങ്കിലും? ഈ ആൻറ്റിയുടെ റേഷൻ കാർഡ് കളർ നീലയാണ്. സാധാരണ ഇങ്ങനെ ഹൈ ക്ലാസ് ഫാമിലിയുള്ള ആൾക്കാരുടെയൊക്കെ റേഷൻ കാർഡ് കളർ വെള്ളയാണ് വരണ്ടേ, പക്ഷേ ഈ ആൻറ്റിയുടെ മാത്രം നീലയാണ്. ഒരു സാരി ആൻറ്റിയോട് വെച്ചു, അതായത് ഈ ആൻറ്റിയുടെ റേഷൻ കാർഡിൻ്റെ കളർ മാത്രം നീലാന്ന്. അപ്പം ആൻറ്റി പറയണേ വെള്ളേക്കാളും കൂടുതൽ ആനുകൂല്യങ്ങൾ നീല കിട്ടും, പിന്നെ എന്തിനാ മോളെ നമ്മളത് വേണ്ടാന്ന് വെക്കുന്നതെന്നാണ് ആൻറ്റി ചോദിക്കുന്നത്. ഒരു ദിവസം ഒരു അബദ്ധവശാൽ ഞാൻ ഈ ആൻറ്റിയുടെ കൂടെ കടയിലേക്ക് പോയി സാധനം മേടിക്കാൻ. ഞങ്ങൾ പോയത് വൈകുന്നേരത്തെ ആദായക്കടയില്ല. ആദായക്കട എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലക്കുറവായിരിക്കും. ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ സാധനങ്ങൾക്ക് 50 രൂപയുടെ സാമ്പാർ കിറ്റ്, 100 രൂപയുടെ സാമ്പാർ കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ആൻറ്റി അവിടെ ചെന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ ചേച്ചി? ഈ ആൻറ്റി അവിടെ ചെന്നിട്ട് വിലപ്പേശി സാധനങ്ങൾക്കൊക്കെ തീരെ വിലക്കുറവിലാക്കിയിട്ടാണ് സാധനം മേടിച്ചത്. സാധനം മേടിച്ച് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴേ അവിടെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങളെ ഏതോ അന്യഗ്രഹ ജീവികളെ പോലെയാണ് നോക്കിയത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എല്ലാവരും ഇങ്ങനെ കുറ്റം പറഞ്ഞു, എന്തേ എനിക്ക് പിശുക്കില്ലേന്ന്. താത്താ മത്തനിട്ടാ കുമ്പളം മുളയ്ക്കോ? ഇല്ലല്ലോ, എനിക്കുണ്ട് പിശുക്ക്. എൻ്റെ പിശുക്കും പിന്നെ എൻ്റെ വല്ലിച്ചൻ്റെ ബാക്കി പിശുക്കിനെ കുറിച്ച് പറയാൻ ഇനി എനിക്കൊരു അവസരം കിട്ടിയ അപ്പം ഞാൻ പറയാം. നന്ദി, നമസ്കാരം. അനുശ്രീക്ക് നല്ലൊരു കയ്യടി. നല്ല രസകരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിലെ അച്ഛൻ, അമ്മ, ഞാന്, അനിയൻ, പിന്നെ എൻ്റെ അച്ഛാമ്മയും. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛൻ പ്രൈവറ്റ് ഫേമിലാണ്, കോപ്പറേറ്റീവ്. പിന്നെ അമ്മ ഈ ഓൺലൈൻ
അനിയനോ? അനിയൻ ഏത് ക്ലാസ്സിലാ? അനിയൻ 5th. 5th. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ഹർ ഫാമിലി. ഇനി പെർഫോമൻസിനെ പറ്റി രമേശ് ചേട്ടാ. അമ്മ ഓൺലൈനിൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ലൈക്ക് വർക്ക് ഫ്രം ഹോമാ ഓൺലൈൻ. കാരണം വെറുതെ ഓൺലൈനിൽ ഇപ്പൊ ഡയാന 24 മണിക്കൂർ ഓൺലൈനില്ല, ഒരു കാര്യമില്ലല്ലോ. മോളെ വളരെ നന്നായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു, നല്ല പറച്ചിലൊക്കെ ആയിരുന്നു. വളരെ കുറച്ചെന്ന് പറഞ്ഞൊരു 20-25% നമ്മൾ പഠിച്ചു പറയുന്നതിൻ്റെതായ ഒരു സ്വഭാവം വന്നു. കുറച്ചേ ഉള്ളൂ, കുഴപ്പമില്ല. മോളുടെ ശൈലി അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും നമ്മൾ നല്ലോണം പഠിച്ചു പറയുക എന്ന് പറയില്ലേ, പ്രസംഗ മത്സരത്തിന് ആളുകൾ നമ്മൾ പറയല്ലോ, അപ്പോഴോ എന്നാൽ നമുക്ക് അതങ്ങോട്ട് പോകാം. എന്നിട്ട് ഞാനൊരു അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ഇങ്ങനെ ട്യൂണിങ് വരുമെന്ന് പറയൂലേ, അതിന് അങ്ങനെ ഒരു വർത്തമാനത്തിൽ നിന്നും അവതരണത്തിൽ നിന്നും മാറി ചെറിയൊരു ട്യൂണിങ് വന്ന പോലെ എനിക്ക് തോന്നി. കുഞ്ഞെന്നുള്ള നിലയിൽ അതൊന്നും ഒരു കുഴപ്പമേ അല്ല. ഞാൻ വീണ്ടും കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നല്ല രസമുള്ള അവതരണമായിരുന്നു. പിന്നെ ഈ വില പേശി കടയിലൊക്കെ പോയി മേടിക്കുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞല്ലോ. ഞങ്ങളൊരിക്കൽ നോർത്ത് ഇന്ത്യയിൽ എവിടെയോ പരിപാടിക്ക് പോയിട്ട് ഈ കർണാടക വഴി വരുന്നൊരു ട്രെയിനിന് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏത് സാധനവും വില പേശുമ്പോൾ നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ. ഒരു 100 രൂപ പറഞ്ഞ സാധനത്തിന് നമ്മൾ പേശാൻ എത്ര പറയാം, നമുക്കൊരു 80, 70, 50 ഒക്കെ അല്ല. അവിടെ അങ്ങനെയല്ല. 100 രൂപ പറഞ്ഞ സാധനത്തിന് 2 രൂപയ്ക്ക് വരുമെന്ന് ആദ്യം ചോദിക്കണം. രണ്ടുപേര് തെറി പറയും നമ്മളെ, വാ പോടാ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഡയറക്റ്റ് നമ്മൾ ആരില്ല അവിടെ നമ്മുടെ കൂടെ ഭാഷ അറിയാവുന്ന ഒരാൾ നാട്ടുകാരനും വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശീലമായി. അതങ്ങനെ 3 ദിവസം അവിടെ നടന്ന് കിട്ടാവുന്ന സാധനം മുഴുവൻ ഈ അവനവൻ്റെ പേരിൻ്റെ അക്ഷരങ്ങൾ കോർത്ത് കയ്യിൽ ബ്രേസ്ലെറ്റ് ഇടുന്ന സാധനം, ഒരു അക്ഷരത്തിന് 100 രൂപ എന്നൊക്കെ പറഞ്ഞ് അവസാനം 10 രൂപയ്ക്ക് എല്ലാവരും കയ്യാക്കി പേരെഴുതി ഇടുന്നു. അങ്ങനെ വരുന്നു. വിലപേശലൊരു ശീലമായി. രാത്രി ഒരു 7 മണിയോടുകൂടി ട്രെയിനിൽ കിടന്ന് ഉറങ്ങി എല്ലാവരും. ട്രെയിൻ രാത്രി മുഴുവൻ ഓടി 10 മണിക്കൂർ ഓടി കേരളത്തിൽ വന്ന് ഉറങ്ങി എണീറ്റ് ട്രെയിനിൻ്റെ ജനലിൽ നിന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ ഓർമ്മയിൽ തെസ്നീഖാനായിരുന്നു തോന്നുന്നു, തെസ്നീത്ത എങ്ങാണ്ടാണ്. ജനലിൽ കൂടെ നോക്കിയപ്പം അലുവ എന്ന് പറഞ്ഞ് അലുവ വന്ന് എത്രയെന്ന് ചോദിച്ചു. എന്നാൽ അയാൾ പറഞ്ഞ് 80 രൂപ എന്ന് പറഞ്ഞ്. 5 രൂപയ്ക്ക് വരുമെന്ന് ചോദിച്ചു അലുവ. അയാൾ ആ ട്രെയിനിൻ്റെ ജനലിൽ കൂടെ അലുവ കൊണ്ട് മുഖത്തിട്ട് ഒറ്റ കൊതോന്ന് പറഞ്ഞിട്ട് ആ ശീലം. പക്ഷെ അലുവായ്ക്ക് കുത്ത് കിട്ടിയ കേരളത്തിലെ ഒരാളാണ് അനുശ്രീക്കുട്ടി. വളരെ നല്ല ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. നല്ല ചടുലത ഉണ്ടായിരുന്നു, ചുറുചുറുക്കുണ്ടായിരുന്നു. എനിക്ക് ടെൻഷനാ. ആണോ? അത് ഞങ്ങൾക്കൊന്നും മനസ്സിലായി. താത്തയ്ക്ക് മനസ്സിലായോ? അറിഞ്ഞതേ ഇല്ല. പേടിച്ചാണ് പറഞ്ഞത്. ശ്രവണയ്ക്ക് മനസ്സിലായോ? ആ, ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ അതിനുള്ള കഴിവുണ്ട്. ഈ സാധനങ്ങൾ മേടിക്കാൻ ഈ പിശുക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞാനും വീരാനിക്കയും കൂടി ഒരു മിക്സി മേടിക്കാൻ പോയി. അപ്പോൾ മിക്സി മേടിക്കാൻ ചെന്ന് കഴിയുമ്പോൾ മിക്സിക്ക് എത്ര വില എന്ന് ചോദിച്ചപ്പോൾ 4000 രൂപ വില എന്ന് പറഞ്ഞു. അതിന് 4000 രൂപ എന്ന് പറഞ്ഞിട്ട് പെണ്ണ് ചീട്ടിൽ എഴുതി കൊണ്ടുവന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഈ മാനേജർ എനിക്ക് പരിചയമുള്ളതാണ്, ഇവൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്കൊരിത്തിരി പൈസ കുറച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീരാനിക്ക് പറഞ്ഞു, ഞാൻ കൊണ്ടുപോയി പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞു. വേണ്ട ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാനേജരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഒരു മിക്സി മേടിച്ചിട്ടുണ്ട്, ഇതിനകത്ത് എന്തെങ്കിലും കുറവ് വരുത്തുമെന്ന് ചോദിച്ചു. പിന്നെ പുള്ളി നോക്കിയിട്ട് പറയാം, ഇത് SP എന്നുള്ള ബ്രാൻഡാണല്ലോ, ഇതിന് വില കൂടുതൽ 500 രൂപ കൂടുതലാണെന്ന്. അപ്പോൾ തന്നെ 500 രൂപ കൂട്ടി കഴിഞ്ഞിട്ട് 4500 രൂപ കൊണ്ട് അടയ്ക്കേണ്ടി വരും. ഈ പിശുക്കെന്നുള്ള ടോപ്പിക്ക് മുൻപൊന്നും അങ്ങനെ അധികം കേട്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ പ്രശ്നം ഞാൻ ചേച്ചി കേട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് എന്നെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടാൽ നമ്മളെ തന്നെ ഒന്ന് ആലോചിക്കും, എന്തെങ്കിലും ഡീമെറിറ്റ് ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ ആലോചിച്ച് ഇന്ന് രാവിലെയും കൂടെ പേസ്റ്റ്, എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും അത് ചെയ്യുന്നുണ്ടാവും. എനിക്കും ആ പിശുക്കുന്നുണ്ട് എന്നുള്ളത് മോള് മനസ്സിലാക്കി ചെന്നു. അപ്പം അത്രയും ഓഡിയൻസിൻ്റെ ഉള്ളിലേക്ക് മോൾക്ക് എത്താനുള്ള സ്കില്ലുണ്ട്, നല്ല ഒബ്സർവേഷൻ സ്കിൽസ് ഉണ്ട്. പേസ്റ്റ് ഇങ്ങനെ ഞെക്കി ഒരു തുള്ളി ബാക്കി ഉണ്ടെങ്കിലും പിന്നീട് പുതിയ പേസ്റ്റ് എടുക്കില്ല, അതെന്നെ വീണ്ടും ഞെക്കി. ആണോ? ചേച്ചി ചെയ്യില്ല അല്ലേ? ഹോട്ടലിൽ താമസിച്ച് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോരല്ലേ. അപ്പൊ ആരാണ് ഈ പിശുക്കെന്നുള്ള ടോപ്പിക്ക് പറഞ്ഞത് ചെയ്യാൻ വേണ്ടി? അച്ഛനാണോ? അമ്മ. അപ്പൊ അമ്മയ്ക്ക് നല്ലൊരു കൈയടി. അമ്മ തന്നെയാണോ പഠിപ്പിച്ചെന്നത് അതോ മോളുടെ? സ്ക്രിപ്റ്റ് അമ്മയാണ്. രമേശ് ചേട്ടാ, ഒത്തിരി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് കുറെ പേരുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് നല്ല കൈയടി. അമ്മയുടെ ആ ഒരു സപ്പോർട്ട് വെച്ചിട്ട് മോള് നല്ല ലെവലിൽ നന്നായിട്ട് ഉയരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അനുശ്രീക്കുട്ടിയുടെ മാർക്സ് നമുക്ക് കുറച്ച് കഴിഞ്ഞറിയാം. ഓക്കെ, എന്തായാലും ഓൾ ടുഗെദർ നല്ല അടിപൊളി സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. വെരി വെൽ ഡൺ. കീപ് ഇറ്റ് അപ്പ്. ഒരാള് മറ്റേ വിലപേശി ഹാൻഡ് ബാഗ് മേടിച്ചറിയാവോ? വിലപേശി ഹാൻഡ് ബാഗ് മേടിച്ചത് രചന അറിയില്ല. രചന ഒരു ലേഡി സ്റ്റോറിൽ ചെന്നിട്ട് വിലപേശി ഹാൻഡ് ബാഗ് മേടിച്ചപ്പം അങ്ങനെയാണ് ഡയാന സെയിൽസിന് നിൽക്കേ. അവസാനം ഇത് 20 രൂപയ്ക്ക് എനിക്ക് തന്നെ, നിങ്ങളൊരു 100 രൂപ തുടങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് 20 രൂപയ്ക്ക് തന്നോ, അതുവരെ ഞാൻ പേശും, പല വിലയ്ക്ക് പേശും കേട്ടോ. അപ്പൊ ഞാൻ വന്ന് കേട്ടോ, ഞാൻ രചന, ഇത് സെയിൽസുകളാണ് വന്ന്
ചേച്ചി ഈ ഹാൻഡ്ബാഗിന് എത്രയാ? മാഡം അത് 100 രൂപ, 100 rupees, 100. ആക്ച്വലി 120 ആണ്, പക്ഷെ നമ്മളിപ്പോൾ റിഡക്ഷൻ റേറ്റിൽ 100 കൊടുക്കുന്നു. 100 രൂപയോ? 100 രൂപ. അപ്പൊ ഇത് ഓൺലൈനിലൊക്കെ 80-നൊക്കെ കിട്ടുന്ന സാധനമാണ് ചേച്ചി. ഇല്ല മാം, ഇത് ആക്ച്വലി ഒരു പറ. ഓക്കെ, 80-ന് മാം ഓക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിപ്പോ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ വരുന്നതിന്റെ വഴിയിൽ എത്ര കടകളുണ്ട്. ഞാൻ അവിടെ ഒന്നും കയറാതെ ഇവിടം വരെ വന്നാൽ എനിക്ക് തിരിച്ച് തൃശ്ശൂർ കൊണ്ട് വണ്ടിക്കൂലി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതും കൂടെ ഇത് 80-ന് മേടിച്ച് എനിക്ക് മുതലാവോ? ഇത് 60 രൂപയ്ക്കാണ് തൃശ്ശൂർ റൗണ്ടിൽ കിട്ടുന്ന സാധനമാണ് ഈ സാധനം. 60-ന് പറ്റും. അല്ല, നിങ്ങൾ ഇത് 60-നാണ് ഈ സാധനം. ഇതേ സാധനം തൃശ്ശൂർ 60 രൂപയ്ക്ക് കൊടുത്തോണ്ടിരിക്കുന്ന സാധനമാണ് ഇരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, പറ്റുമല്ലോ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്ക്. അല്ല, ഞാൻ പറയുന്നത് ഇത് 60-നൊക്കെയാണ് തൃശ്ശൂരിൽ നിന്ന് തന്നെ മേടിച്ചാൽ പോലെ. ഞാൻ ഇവിടെ വരെ വരണോ? ഞാൻ ചോദിച്ചിട്ട് 60-ന് തൃശ്ശൂർ കിട്ടും, 60-ന് നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് മേടിച്ചാൽ മതി. ഇത് ഇവിടം വരെ വന്ന് ഇത് മേടിക്കുമ്പോൾ നമുക്ക് 40 രൂപയ്ക്കെങ്കിലും കിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ലാഭമില്ല. ഞാനൊരു കാര്യം പറയാം, നമ്മളിപ്പോ ഇത്രയും നേരമൊക്കെ സമ്മതിച്ചല്ലോ, 20 രൂപയ്ക്കാണെങ്കിൽ ഞാനിത് എടുക്കാം. 20 രൂപ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലാഭം. 20 രൂപയ്ക്കാണ് ആലോചിച്ച് 20 രൂപയ്ക്കാണ് ഞാനിത് എടുക്കാം. 20 രൂപയ്ക്ക് നിങ്ങളത് എടുക്കാമെന്ന് മാഡം. 20 മാം 40 ആണ്. 20 രൂപയ്ക്കാണ് എടുക്കാം. ഓക്കെ ശരി മാഡം. ഓക്കെ 20 രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആക്ച്വലി ഞങ്ങള് ഒരെണ്ണം എന്റെ കൂടെ ഫ്രീ തരുമോ? യെസ്, വി ആർ മൂവിംഗ് ഓൺ. അപ്പോ വയനാട് നിന്ന് എത്തിയിട്ടുള്ള മിടുക്കി കുട്ടിക്ക് നമ്മുടെ ടിയോണയുടെ പെർഫോമൻസ് ആണ് അടുത്തതായി. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ടിയോണ. നമസ്കാരം. വയനാട് മേപ്പാടിൽ നിന്നാണ് വരുന്നത്. ആഗ്രഹങ്ങളില്ലേ? ആഗ്രഹം ഉണ്ടെങ്കിൽ അവസരം നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട്. അങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി, അതിനൊരു അവസരം കിട്ടി. അപ്പം നേരെ വയനാട് നിന്ന് എറണാകുളത്തേക്ക് വന്നിട്ടോ. അപ്പം നിങ്ങളുടെ എൻ്റെ ആഗ്രഹത്തിന് അവസരം നേടിത്തന്ന അമൃത ടിവിക്കും ഫൺ അപ്പോൺ എ ടൈം പ്രോഗ്രാമിനും ഒരുപാട് നന്ദിയോടെ ഞാൻ തുടങ്ങട്ടെ. പൊന്നു വിളയുന്ന നാടാണ് നമ്മുടെ എന്ന് എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്, അല്ലേ? ശരിയാണ്. കേരളത്തിന് നല്ല പാലക്കാടാണ്, ചക്കയുടെ കലവറ. അതെൻ്റെ സ്വന്തം നാടായ വയനാടാണെന്ന് ഞാൻ പറയൂ. കാരണം എന്താണെന്നറിയോ? എത്ര തരം ചക്കകളാ ഞങ്ങളുടെ നാട്ടിൽ. കൂഴച്ചക്ക, വരിക്കച്ചക്ക, ചീമച്ചക്ക, ആഞ്ഞിലിച്ചക്ക, ചെമ്പരത്തി ചക്ക തുടങ്ങി ചക്കച്ചാമ്പറമ്പി ചാക്ക വരെ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ചേച്ചിട്ട് നോക്കണ്ട, ചേച്ചി ഇതുവരെ ചക്ക കഴിച്ചില്ല തോന്നും. ചക്ക തിന്നണേ, നല്ല വരിക്കച്ചക്ക തന്നെ നോക്കി തിന്നണെന്ന് അമ്പലത്തിലെ ശാന്തിക്കാരനും കൂടെ എൻ്റെ അപ്പൂപ്പൻ എപ്പോഴും പറയും. ഈ പറയുന്ന അപ്പൂപ്പനാണ് ചക്കയേക്കാൾ ഇഷ്ടം ചക്കക്കുരുവിനോടാ. ആളപകടകാരിയാണെങ്കിലും അപ്പൂപ്പൻ്റെ പ്രിയം കുരുവിനോട് തന്നെ. ഒരു ദിവസേ അപ്പൂപ്പൻ്റെ അമ്പലത്തിലെ ശങ്കുളിയുടെ നീളം ഉണ്ടല്ലോ, അതങ്ങ് ഒരുപാടങ്ങ് കൂടിയപ്പോഴാ അപ്പൂപ്പനൊരു കാര്യം മനസ്സിലായി. ചക്കക്കുരു അപ്പൂപ്പൻ എന്നെ ഒരു കുരയായിരുന്നു. ഇപ്പം അവിടെയുള്ള വിളി നിർത്തി, ഇപ്പം വീട്ടിലിരുന്നാ വിളി. ഇപ്പം മഴക്കാലത്തെ തവളിയും അപ്പൂപ്പനും ഏകദേശമൊക്കെ ഒരേപോലെ. അങ്ങനെ ചക്കപ്രാന്ത് മൂത്ത എൻ്റെ അപ്പൂപ്പൻ ഇളയമ്മളുടെ കല്യാണത്തിന് വീട് അലങ്കരിച്ചതും ചക്ക മടല് കൊണ്ട്. പോരഞ്ഞിട്ട് കതിർമണ്ടകത്തിൽ തെങ്ങുപൂക്കലുണ്ടല്ലേ, അതിന് പകരം ചക്കയുടെ പുറന്തോടൊക്കെ വെട്ടിയിട്ട് അത് നല്ല വൃത്തിയാക്കി ഈർക്കിളിയിൽ കുത്തിവെച്ച് ലോകത്തിൻ്റെയൊക്കെ മാതൃകയായ ലോകത്തിലെ ഒരേ ഒരു അപ്പൂപ്പൻ, അത് ചിലപ്പോൾ എൻ്റെതായിരിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ എൻ്റെ രമേശ് ഏട്ടാ താലി ഒഴുകെ ആ കല്യാണത്തിൻ്റെ ബാക്കിയൊക്കെ ചക്കയും കൊണ്ടുണ്ടായിരുന്നു. പോരാഞ്ഞിട്ടോ സദ്യക്ക് ചക്കക്കുരു തോരൻ, ചക്കക്കുരു പായസം, ചക്കപ്പുഴുക്ക്, എൻ്റെ ദൈവമേ എന്ന് വേണ്ട ചക്കയും കൊണ്ടുള്ള എല്ലാ മാങ്ങാത്തൊലികളും അന്നത്തെ സദ്യക്ക് ഉണ്ടായിരുന്നു. എന്നിട്ടോ നാട്ടാരുടെ ഇടയിൽ അപ്പൂപ്പിനൊരു അടിപൊളി പേര് വീണ്, ഒരു ഇരട്ട പേര് നിങ്ങൾക്കൊക്കെ ഇല്ലേ, പഴഞ്ചക്ക സുശീലൻ. നാട്ടാരത് ചുരുക്കി പശു എന്ന് വിളിക്കാനും തുടങ്ങി. ഇപ്പൊ പശുവേ എന്ന് വിളിക്കുകയാണെങ്കിൽ 2 പേരാട്ടോ വിളി കേൾക്കുക. ഒന്ന് എൻ്റെ വീടിൻ്റെ അകത്തുള്ള പശു, ഒന്ന് പുറത്തുള്ള പശു, തൊഴുത്തുള്ള. അപ്പോൾ ഈ ഒറിജിനൽ പശു വിചാരിക്കും ഇതിൽ ഒറിജിനൽ ആരാണെന്ന്. ഒന്നും പറയണ്ട. അപ്പൂപ്പൻ എങ്ങനെയാണെങ്കിലും രചനാൻറ്റി ഇതിലേറെ കഷ്ടാണ് അപ്പൂപ്പൻ്റെ ഫ്രണ്ട് ജ്യോതിഷൻ സ്നേഹല്. പേര് നൂജനല്ലേ? പേര് നൂജനാണെങ്കിലും ആള് പഴഞ്ചക്കയേക്കാളും പഴുത്തതാ. കവടിക്കുരു നടത്തി പ്രശ്നം പരിഹരിക്കാമെന്ന ആൾക്കാരുടെ മുന്നിൽ ഷോഫർക്കാൻ വേണ്ടിയിട്ട് കവടിക്കുരുവിന് പകരം ചക്കക്കുരു എടുത്ത് പ്രശ്നം പരിഹരിക്കാൻ നോക്കിയ മഹത് വ്യക്തിയും കൂടെയാണ് നമ്മുടെ സ്വന്തം ജ്യോതിഷൻ സ്നേഹല്. അതിലും വലിയൊരു ചക്ക അല്ലേ? ഇപ്പൊ നാട്ടുകാരൊക്കെ എടുത്ത് പഞ്ഞിക്കിട്ട് ഇപ്പൊ വീൽ ചെയറില സവാരിയും. നമ്മളൊക്കെ
സ്വതവേ ഒരാൾ ആദ്യമായിട്ട് കാണുമ്പോ എന്താ എന്താ സ്ഥിതി സുഖല്ലേ എന്തൊക്കെയുണ്ട് എന്നൊക്കെയല്ലേ ചോദിക്കാം. പക്ഷെ എൻ്റെ അപ്പൂപ്പൻ പറയണത് നിങ്ങൾ കേൾക്കണം. ചക്ക കഴിച്ചിട്ടുണ്ടോ? ചക്കയ്ക്ക് വളവിടാറുണ്ടോ? വെള്ളമൊക്കെ കഴിച്ച് കിടക്കണ താത്ത എന്നൊക്കെയാ പറയാ. ഒരു ദിവസേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി അർജന്റ് ഹോസ്പിറ്റലിലേക്ക് ഓടാ. പാവം പുള്ളിക്കാരിനെ വട്ടിട്ട് പിടിച്ചിട്ട് അപ്പൂപ്പൻ ചുങ്ങനെ നിന്നിട്ട് ഒരു ചോദ്യം, എന്താ സുജേ വളവിടാറില്ല അല്ലേ? കുറച്ച് വളം ഇട്ട് കൊടുത്താൽ മതി, എല്ലാം റെഡി ആക്കിക്കോളുന്നു. ആവശ്യത്തിനനുസരിച്ച് അപ്പൂപ്പന് നല്ല വളം കൊടുത്ത് നല്ല അലക്കി ഉണക്കാനിട്ട് സുജേച്ചി. പക്ഷെ അതൊന്നും അപ്പൂപ്പനൊരു പുത്തരിയേ അല്ല. നമ്മളൊക്കെ എല്ലാവർക്കും പോരായ്മകളുണ്ട് അല്ലേ? എനിക്കും പോരായ്മ ഉണ്ട്. എൻ്റെ പോരായ്മയ്ക്ക് അനുസരിച്ച് എൻ്റെ അമ്മ പറയാ മണ്ണാങ്കട്ട തച്ചി തന്നെ എന്നൊക്കെയാ പറയാ. പക്ഷെ അപ്പൂപ്പം അല്ല, നമ്മളിപ്പോ ആളെ അറിയാത്ത ആളെ അവർക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കുകയാണെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആള് ഭീഷണിയായിട്ട് പറയും, അവനെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ, അവന് ഒരുമാതിരിയാ എന്നൊക്കെയാ പറയാ. എൻ്റെ അപ്പൂപ്പൻ ഇങ്ങനെ മാറി നിന്നിട്ട് എന്താ പറയാ, അവനൊരു കെട്ട ചക്കക്കുരുവാ, അവനൊരു ചീഞ്ഞ പഴം ചക്കയാ എന്നൊക്കെയാ പറയാ. പക്ഷെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും കൂടുതൽ പറഞ്ഞ എൻ്റെ അച്ഛനോടാണ് ഈ അപ്പൂപ്പൻ പറയും. ഈ ചക്കക്കുരു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോടാണ് അപ്പൂപ്പൻ പറയാറ്. അതെന്താ അറിയ കാരണം ഞാൻ പറഞ്ഞുതരാം. ഒരു പരിസ്ഥിതി ദിനമായിരുന്നു കേട്ടോ. പരിസ്ഥിതി ദിനത്തിന് ഈ അപ്പൂപ്പൻ കുറേ എന്താ പഴചക്കൻ്റെ ഒക്കെ അതൊക്കെ ചെടിയൊക്കെ കൊണ്ടുവന്ന് അതവിടെ നട്ടുപിടിപ്പിച്ച്. എനിക്ക് നടാൻ ഒരു ചെടിയും ഉണ്ടായില്ല. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് 2 ചെടി വേണം. അപ്പം അച്ഛൻ ഓടിപ്പോയിട്ട് ഏതൊക്കെ 2 ചെടിയൊക്കെ കൊണ്ടുവന്നു. അച്ഛനത് കൊണ്ടുവന്ന് മാത്രമേ അറിയണ്ടാവുള്ളൂ. ഞാനാണ് അതിന് നോക്കിയത്, വെള്ളം ഒഴിച്ചത് എല്ലാം ഞാനായിരുന്നു. ചെടി ഒരു വളർന്നു വലുതായപ്പോൾ വീട്ടിൽ അച്ഛനെ തേടി പോലീസും വന്നു. ഞാൻ ഓടിപ്പോയി അമ്മനോട് വെച്ച്, അമ്മ അതെന്താണ് അച്ഛനെ കൊണ്ടോ, എന്താ സംഭവം എന്താ? അതെ, നിന്റെ അച്ഛൻ തൊട്ടാ പൊള്ളുന്നൊരു ചെടി വളർത്തി. അല്ല, ഇതുവരെ ഞാൻ അതിന് വെള്ളം ഒഴിച്ച സ്ഥിതിക്ക് എനിക്കിതുവരെ പൊള്ളിയിട്ടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ജീപ്പ് കയറിയിട്ട് പോലീസ് ജീപ്പ് കയറിയിട്ട് രാജപ്രൗഢിയോടെ എൻ്റെ അച്ഛൻ അപ്പൂപ്പനോട് പറയാ, ദേ എനിക്കവിടെ നല്ല നിലയും വിലയൊക്കെ ഉള്ള നിങ്ങളുടെ സ്ഥിര സ്ഥാനമായിട്ട് എന്നെ കാണാനെങ്ങാനോ അവിടേക്ക് വന്ന. അപ്പൊ അപ്പൂപ്പൻ പറയാ, ഇവനൊരു കെട്ട ചക്കക്കുരു തന്നെ. അല്ലെങ്കിലും അപ്പൂപ്പൻ പറഞ്ഞതൊക്കെ ശരിയാണ്. ആരെങ്കിലും അല്ലെങ്കിലും ജീപ്പ് കയറിയിട്ട് രാജപ്രൗഢിയോടെ എനിക്കവിടെ നിലയും വിലയുള്ളതാന്ന് പറയോ? സത്യം പറഞ്ഞാൽ എൻ്റെ രമേശ് ഏട്ടാ, എൻ്റെ അച്ഛന് നില എന്താ വില എന്താന്ന് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്. ഒരു ദിവസമല്ലേ എൻ്റെ അപ്പൂപ്പൻ ഇപ്പം മൊത്തം പറയണത് എൻ്റെ അനിയനെ കുറിച്ചാണ്. അപ്പൂപ്പൻ്റെ എല്ലാം കിട്ടിയിരിക്കുന്ന എൻ്റെ അനിയനാണ്, പ്രതീക്ഷ മൊത്തം എൻ്റെ അനിയൻ്റെയിലാണെന്നൊക്കെ പറയണേ. കാരണം എന്താ അറിയോ, അപ്പൂപ്പൻ്റെ സ്വഭാവങ്ങളൊക്കെ എൻ്റെ അനിയന് കിട്ടിയിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടെ ചേർന്ന എൻ്റെ വീട്ടിലൊരു തൃശ്ശൂർ പൂരം തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ എൻ്റെ വീട്ടിലും നാട്ടിലും എന്താ നടക്കണേന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമുണ്ടോ? നന്ദി, നമസ്കാരം. ടിയോണ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമ്മുടെ സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഒരുപാട് ടോപ്പിക്സ് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ചക്ക ഒരു വെറൈറ്റി ടോപ്പിക് തന്നെയാണ്. പിന്നെ ചക്ക വീക്ക്നെസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ചുറ്റും. അവരോട് ചോദിക്കാം, ചക്ക വീക്കെൻഡ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സ്പെല്ലിങ് തെറ്റിപ്പോയി. എല്ലാവരും ഉണ്ടാവും. ഇഷ്ടമാണോ ചക്ക? ഞങ്ങള് തൃപ്പൂണിത്തുറയിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ എൻ്റെ ഒരു നല്ല സുഹൃത്ത് ഈ ചക്ക കാരണം പിണങ്ങിപ്പോയി. ഞങ്ങളുടെ ആരുടെയും തെറ്റില്ല, അതിൽ പ്രകൃതിയുടെ തെറ്റ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ആരും തെറ്റൊന്നുമില്ല. ഞങ്ങളൊരു ഒരു പാട്ടുകാരനും കീബോർഡിസ്റ്റ് ഞാനും ഒക്കെ കൂടെ തൃപ്പൂണിത്തുറ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ലിജോ എന്ന് പറയുന്ന ഒരുത്തൻ എൻ്റെ കൂടെ താമസിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ വന്ന് കുറച്ച് നാൾ താമസമാണ്. ആ സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന ഇച്ചിരി ദൂരെ ഒരു പ്ലാവ് മറിഞ്ഞ് വീണിട്ട് ചക്ക കുറേ എണ്ണം ബാക്കിയിട്ട്. ഇപ്പോൾ അവർ ഞങ്ങൾ ബാച്ചിലേഴ്സ് താമസിക്കുന്ന എല്ലായിടത്തൊരു പച്ച ചക്ക പഴുത്തു തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് മൂത്ത ചക്ക കൊണ്ട് ഞങ്ങൾക്ക് തന്നു. ഞങ്ങളതവിടെ വെച്ചു. അതിനുശേഷം ഇവനും ഞങ്ങളവിടെ വെക്കുന്നതൊക്കെ കണ്ടു. ഇവനൊരു വർക്കിന് പോയി. 2 ദിവസം കഴിഞ്ഞാണ് ഇവൻ വന്നത്. 2 ദിവസം കഴിഞ്ഞ് ഇവൻ വന്നിട്ട് നേരെ ആ ചക്ക ഇരുന്നിടത്തേക്ക് നോക്കിയപ്പോൾ ഒന്നുമില്ല, ഒരു ചുളയും കണ്ടേ ഉള്ളൂ. പഴുത്ത് ഞങ്ങളൊക്കെ തിന്നു. അപ്പോൾ പതുക്കെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങളെല്ലാം നോക്കിയിട്ട് വളരെ ദുഃഖത്തോടു കൂടി അപ്പോൾ ഞാനില്ലാത്തപ്പോഴേ ഇവിടെ ചക്ക പഴുക്കൂ അല്ലേ എന്ന് ചോദിച്ചിട്ട് പോയി. ഞങ്ങളുടെ ആരുടെ ഒരു തെറ്റുമില്ല. ചക്കയ്ക്ക് ഇവൻ പണിക്ക് പോയെന്ന് പറഞ്ഞ് ചക്കയ്ക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ചക്ക പഴുത്തതാ. എൻ്റെ ക്ലൈമാക്സ് ഒക്കെ വളരെ നന്നായി. ഞാൻ ജീവിതത്തിൽ എന്ത് എക്സ്പ്രഷൻ ഇടണം, ഇതിനെന്താണ് മറുപടി, ഈ എക്സ്പ്രഷൻ്റെ എക്സ്പ്രഷൻ എന്താണ് എന്ന് മനസ്സിലാകാതെ നിന്നുപോയ ഒരു സന്ദർഭമുണ്ട്. അത് ഈ ക്ലൈമാക്സിൽ പറഞ്ഞ വിഷയവുമായിട്ട് അതിന് ബന്ധമുണ്ട്. ഫ്ലൈറ്റിൽ ഞാൻ വരുമ്പം ഒരു ദിവസം ഫ്രണ്ടിൽ ഒരാൾ നിൽപ്പുണ്ട്.
മുട്ടയടിച്ചിട്ട് തല തിളങ്ങുകയാണ്. തിളങ്ങുക എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൽ ഇയാൾ നിൽക്കുമ്പോഴൊക്കെ അയാളുടെ തല ഇങ്ങനെ തിളങ്ങും. റെഡ് ടൈറ്റ് ടീഷർട്ട്, മേത്ത് പെയിന്റ് അടിച്ച പോലത്തെ ഒരു ടീഷർട്ട്, ഈ വണ്ണമുള്ള ഒരു സ്വർണ്ണമാല. ഫ്ലൈറ്റിൽ ഇയാളെ കണ്ടാൽ തന്നെ ഒന്ന് നോക്കിയാൽ രണ്ടാമത് നോക്കും. പിന്നെ ഫ്ലൈറ്റിൽ വെറുതെ ഒരു അസ്വസ്ഥത ഇയാൾ ഉണ്ടാക്കുക. ഫ്രണ്ടിൽ നിന്ന് എണീറ്റ് ബാക്കിലോട്ട് നടന്നു പോകും. അവിടെ ചെന്ന് എയർ ഹോസ്റ്റസിനോട് കൊടുത്തോ ഒന്നും പോരെന്ന് പറഞ്ഞ് എന്തൊക്കെ വീണ്ടും മേടിക്കും, വരും. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ആ ബുക്ക് നോക്കിയിട്ട് അവിടെ സാധനം ഓർഡർ ചെയ്തിട്ട് അത് മേടിക്കുക, എന്നിട്ട് അതിന് വില പേശുക, കാർഡ് വർക്ക് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് പുള്ളി അങ്ങനെ ഷോ മൊത്തം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. തിന്നുന്നതിന് കുറ്റം, ചീത്ത കുറ്റം, അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ തൊട്ട് മുന്നിലേ ഇയാളിരിക്കുന്നത്. ബാക്കി സർക്കസൊക്കെ നടക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ഇറങ്ങി, എയർപോർട്ടിൽ ഇറങ്ങി ഓടി വന്ന് താഴെ വന്നിട്ട് ഈ പെട്ടി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ വെളുപ്പിന് 3:30 പുള്ളി ഒന്ന് ഉറങ്ങി എണീറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പെട്ടിയും പുള്ളിക്ക് ഫസ്റ്റ് വേണം. ഞങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ ആ പെട്ടി വരുന്ന തൊഴിയുടെ വാതിക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. പുള്ളിയുടെ പെട്ടി വന്നിട്ടുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നിന്ന് ഇത്ര കഴിഞ്ഞാൽ മുഴുത്തൊരു പെട്ടി, പുള്ളിയുടെ പെട്ടി വന്ന ഒരു ആവേശത്തിന് ഈ പെട്ടിയുമേ കയറി പിടിച്ച് ഇങ്ങനെ എടുത്തപ്പോൾ എന്നൊരു ആ പെട്ടി എടുത്തതിൻ്റെ ഒരു ആവേശം, ഒരു സൗണ്ട് എന്ന് കേട്ട് ഞാൻ ചിരിയും വരുന്നുണ്ട്. ഇയാളുടെ ഇത്രയും നേരത്തെ ഷോ ഒക്കെ കൊണ്ട് ഇത് ഞാൻ കേട്ടു എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായത് തിരിഞ്ഞ് എന്നെ നോക്കിയിട്ട് ഇതിനെന്താ ഞാൻ മറുപടി കാണിക്കേണ്ടത്, ഇതിന്റെ മറു എക്സ്പ്രഷൻ എന്താണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു അഭിനേതാവ് എനിക്ക് പറഞ്ഞു തരൂ. നമ്മുടെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ കാച്ചിട്ട് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ചിരിക്കാതെയും കളിയാക്കാതെയും ഇത് സ്വാഭാവികമായൊരു കാര്യമല്ല, ഇതിൽ എന്താ ഇത്രയും വളരെ നാച്ചുറൽ ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചാൽ നമ്മൾ എന്ത് മറുപടി കൊടുക്കണം? ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി, ഞാനാണോ ഇതിന് ഉത്തരവാദി എന്ന് പോലും. എനിക്കിന്നും അറിയില്ല. ഇത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലും ഈ മറു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചിട്ടില്ല. മോളുടെ പ്രകടനം വളരെ നന്നായിരുന്നു. ഒരു ചക്കയും വെച്ച് അമ്മാവനെയും വെച്ച് കുറെ കഥകളൊക്കെ പറഞ്ഞു. അമ്മാവനെല്ലാം ചക്ക വെച്ച് ഇത് പറയുന്നതും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ നമുക്കൊക്കെ മനസ്സിലാവുന്നില്ല ചിലപ്പോഴൊക്കെ എന്താ പറയുന്നതെന്നൊക്കെ. എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, ഞങ്ങൾ കേട്ടാലും ഇല്ലേലും ഒക്കെ. നല്ല രസമുള്ള അവതരണമായിരുന്നു കേട്ടോ. നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട്. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇത് കൊണ്ടുവന്നതും മുത്തശ്ശനെ കണക്ട് ചെയ്തതും അനിയനിലേക്ക് കൊണ്ട് എത്തിച്ചതൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. ആരാ ഇത് എഴുതി തന്നെ? അമ്മയാണ്. അപ്പൊ അമ്മയ്ക്ക് ഒരു സൂപ്പർ കയ്യടി ഇനി വരണം കേട്ടോ. അമ്മയ്ക്ക് ചക്കയൊക്കെ ഇഷ്ടമാണോ? അതെ അല്ലേ. ഞാനീ പറഞ്ഞത്, ഞാനിനി പറയാൻ പോണത് ചക്കനെ പറ്റിയിട്ടല്ല, പപ്പായനെ പറ്റിയിട്ടാ. പണ്ടൊരു ഇല്ലത്ത് ഒരാശാരി ജോലിക്ക് വന്നപ്പോൾ അവിടെ ഇഷ്ടംമാതിരി ഈ കപ്പങ്ങ മരമുണ്ട്, അല്ലെങ്കിൽ പപ്പായ മരമുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഈ ആശാരി 10 മണി ആയി കഴിഞ്ഞപ്പോൾ കപ്പങ്ങ തോരൻ, പിന്നെ കപ്പങ്ങ വിളയിച്ചത്, ഉച്ചയ്ക്ക് കപ്പങ്ങ സാമ്പാർ, കപ്പങ്ങ അച്ചാർ, വൈകുന്നേരം ആയപ്പോൾ ഇത് തന്നെ കപ്പങ്ങ പുഴുങ്ങിയത്, ഇതിങ്ങനെ ദിവസവും ഇത് തന്നെ. അങ്ങനെ മൊത്തം കപ്പങ്ങമായി ആയിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ ആശാരി എന്തിട്ട് ചെയ്യുന്നറിയാമോ, ഈ ഇല്ലത്തിലുള്ള കാരണവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കപ്പങ്ങ മരം പെരയ്ക്ക് മുകളിൽ വളർന്നാൽ ഗ്രഹനാഥനും മരണം ഉറപ്പാന്ന് പറഞ്ഞു. ഇതോടുകൂടി പിറ്റേ ദിവസം ഇയാൾ ഇതിൻ്റെ തല മുഴുവൻ വെട്ടിക്കളഞ്ഞു. അങ്ങനെ അയാൾ കപ്പങ്ങയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇന്നും ആൾക്കാർ പെരയുടെ മുകളിൽ കപ്പങ്ങ വളരരുതെന്ന് പറയണതിന് കാരണം ഇതാന്നാ പറയണേ. മോളുടെ ഫ്രോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യം തന്നെ കയറി വരുമ്പോൾ അങ്ങനെ തുള്ളിച്ചാടി നല്ല ക്യൂട്ടായിട്ട് 2 സൈഡിലും മുടിയൊക്കെ കെട്ടി. പക്ഷെ നമുക്ക് ചക്കയുടെ എന്തെങ്കിലും ക്ലിപ്പൊക്കെ കിട്ടുമോ നോക്കാമായിരുന്നു അല്ലേ? എന്തെങ്കിലും വീട്ടില് എന്താണ് അമ്മ ഏറ്റവും ടേസ്റ്റില് ചക്കയിൽ ഉണ്ടാക്കുക? ചക്ക തോരൻ. അത് ഇഷ്ടമാണ് അല്ലേ? അപ്പൊ ഇപ്പൊ അത് പറയുമ്പോ ചേച്ചിക്കൊക്കെ വിശക്കുന്നുണ്ട്. ഇങ്ങനെ ചക്കയുടെ കാര്യമൊക്കെ പറഞ്ഞ് നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള രചന ചേച്ചി അതിനെ പറ്റി വളരെ മനോഹരമായിട്ട്. ഏറ്റവും ടോപ്പ് ഒരു വേർഷൻ ഉണ്ട് ചക്ക, വരിക്കച്ചക്ക, തേൻ വരിക്കാന്ന് പറഞ്ഞ അത് മോളെ വിട്ടുപോയി. തേൻ വരിക്ക. പിന്നെ ഈ ചുവന്ന കളറിലുള്ള ചക്ക ഉണ്ട്, അയണിച്ചക്ക. ചുവന്ന കളർ അതല്ല, ചക്ക തന്നെ എന്റെ റെഡ് കളറുള്ള അങ്ങനെ ഭയങ്കര വില അതിനൊക്കെ. എന്തായാലും അടിപൊളിയായി. ചക്കേനെ പറ്റി ഇനി ആലോചിക്കുമ്പോ മോളുടെ മുഖം എന്തായാലും ചേച്ചിക്ക് ഓർമ്മ വരും. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. ഭയങ്കര റിലാക്സ്ഡ് ആണല്ലോ. ഭയങ്കര റിലാക്സ്ഡ് ആണല്ലോ. സംഭവമുണ്ട്. ബെഡ് വേണോ കിടക്കാൻ? കിടക്കാനായിട്ട് ബെഡ് വേണോ? എന്താണ് എന്റെ കഷ്ടം ഒന്ന് മണത്തോക്ക്. മണത്തോക്ക്
മോശമായിട്ട് പറഞ്ഞല്ലേ ഷാരടി. അയ്യേ എന്താണോ താങ്കളോട് എന്ന് പറഞ്ഞത്? അമ്മ അത് ആരെങ്കിലും പറയും. ഊത് ഊതാനല്ലെന്ന്. ഏ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കടയിൽ പോയിന്ന്. ആ അപ്പൊ അവിടെ നിന്ന് സ്പ്രേ ഉള്ള കടയാണ് അവന്റെ, മറ്റേ അത്ര വിൽക്കണ കട. ആ അപ്പൊ അവനൊരു നല്ലൊരു ഊത് സ്പ്രേ അടിച്ചു തന്നിരിക്കും. അതിന്റെ അതാണ് അത് നല്ല കാര്യം ഞാൻ പറഞ്ഞല്ല, മോശമായിട്ടല്ല. കക്ഷത്തിൽ തേച്ചത് നന്നായി, വേറെ എല്ലായിടത്തും തേച്ചെന്നിറന്നെങ്കില. ഇപ്പൊ എന്ത് വേണം? നല്ല ആ സ്മെൽ മണം എങ്ങനെയുണ്ട് ഡയന? നല്ലതാണോ? കുഴപ്പമില്ല, അതുകൊണ്ട് നല്ല. എനിക്ക് ഇവിടെ വന്നപ്പോ തൊട്ടൊരു മണം വരുന്നുണ്ടായിരുന്നു. ഇല്ലേ? അത് ഇതാ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒന്നാമത്തെ ഫ്ലോറിലൊക്കെ വന്ന് നമ്മൾ ഈ പാട്ടൊക്കെ പാടി ആവശ്യത ഒന്നാമത്തെ വേർപ്പും കാര്യമാണ്, ഭയങ്കര സ്മെല്ലായിരുന്നു ഇതിന് ഷർട്ടിനൊക്കെ. ശരിയാ. അപ്പൊ ഞാൻ അവന്റെ കടയിൽ കയറി കഴിഞ്ഞപ്പോ പുള്ളിയാണ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെയാണ് ആ സ്മെല്ല് വെച്ചൊരു പാട്ടുണ്ടാക്കായിരുന്നില്ലേ? അല്ല അത് ഉണ്ടാക്കിയല്ലോ. ഷർട്ടൂരി മണക്കുന്നല്ലോ, അത് ചെയ്യായിരുന്നല്ലോ. ചെയ്യാറുന്നത്. പക്ഷെ ഞാൻ വേറെ പാട്ടാ പിടിച്ചല്ലേ? വേറൊരു പാട്ട് ഞാൻ പിടിച്ചു ഊതിനെ പറ്റി. ആ എന്നാ അത് കേക്കാം. അത് കേക്കാം. ആ എന്റെ ഷോപ്പിലെ ഊതുകടയിലെ വന്ന കൂട്ടുകാരാ, 10 കൂട്ടുകൾ മിക്സ് ചെയ്തൊര നല്ല സ്മെല്ല് തോന്നും, അത്തറൊന്നു വേണ്ടേ? എന്റെ ഷോപ്പിലെ ഊതുകടയില് വന്ന കൂട്ടുകാരാ, 10 കൂട്ടുകൾ മിക്സ് ചെയ്തൊര നല്ല സ്മെല്ല് തോന്നും, അത്തറൊന്നു വേണ്ടേ? അത്തറൊന്നു വേണ്ടേ? വാങ്ങു നാട്ടുകാരാ, സ്മെല്ലുള്ള കൂട്ടുകാരാ. പത്തു വട്ടമായിട്ട ഷർട്ടിലെ, 10 വട്ടമായിട്ട ഷർട്ടിലെ കൂറ സ്മെല്ല് മാറാൻ, കൂട്ടുകാരുമായി കൂടെ നിൽക്കുമ്പോ നാറ്റമൊന്നു മാറ്റാൻ, ഒറ്റ ബോട്ടിലിൽ തീർന്നിടും സ്മെല്ലേറെ ദൂരെ പരന്നിടും, ഒറ്റ ബോട്ടിലിൽ തീർന്നിടും സ്മെല്ലേറെ ദൂരെ പരന്നിടും, അത്രമാത്രം ഇന്നത്തറൊക്കെയും പേരെടുത്തുവെന്നോ എന്റെ ഷോപ്പിലെ ഊതുകടയില് വന്ന കൂട്ടുകാരാ, 10 കൂട്ടുകൾ മിക്സ് ചെയ്തൊര നല്ല സ്മെല്ല് തോന്നും, അത്തറൊന്നു വേണ്ടേ? അത്തറൊന്നു വേണ്ടേ? വാങ്ങു നാട്ടുകാരാ, സ്മെല്ലുള്ള കൂട്ടുകാരാ. ശ്രവണ, നമ്മളിവിടെ ഏത് ഗസ്റ്റ് വന്നു കഴിഞ്ഞാലും നമ്മൾ അവരെ കൊണ്ട് മാൻഡേറ്ററി ആയിട്ട് ചെയ്യിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ വന്ന ഒരു പാട്ട് പാടിയിട്ടേ പോകാൻ പാടുള്ളൂ. That means you have to sing. ഓക്കെ, ഞാൻ പാടാം. എന്റെ ഏറ്റവും പുതിയ സിനിമയായ മൃദുഭാവേ ദൃഢതയില് സാജൻ മാധവ് സാർ കമ്പോസ് ചെയ്ത് മൃദുല ചേച്ചി അതിമനോഹരമായി പാടിയൊരു പാട്ടിന്റെ 4 വരി മൂളാം. പാടാം, of course, yes. Very good. വെള്ളാരം കണ്ണുള്ള മാനേ ഇതിലേ കൂടിവാ, കന്നിക്കിനാവിൻ്റെ കൂട്ടിൽ കുളിരും കൊണ്ടുവാ, ചന്ദനവാനിന്റെ ചില്ലയിൽ നീളം ചന്ദ്രികയാകുന്ന നേരം, ചെമ്പകമുട്ടുകൾ ചിമ്മി വിളിക്കുമി ചില്ലലമാലകൾ പോലെ, മഞ്ഞു നീട്ടും തെന്നലായി നീ കണ്ണാടിച്ചില്ലുമലേ, വെള്ളാരം കണ്ണുള്ള മാനെ ഇതിലേ കൂടിവാ, കന്നിക്കിനാവിൻ്റെ കൂട്ടിൽ കുളിരും കൊണ്ടുവാ. വെരി ബ്യൂട്ടിഫുൾ. സൂപ്പറായി. ക്ലാസിക്കലി ട്രെയിൻഡ് ആണോ? പഠിച്ചിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? ചെറുപ്പത്തിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്, പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ക്ലാസിക്കൽ ഡാൻസും പഠിച്ചിട്ടില്ലേ? ഡാൻസർ കൂടിയല്ലേ? ചെറുതായിട്ട്. അഭിനയം, പാട്ട്, ഡാൻസ് അല്ലെ, ഓൾറൗണ്ടർ ആണ് ശ്രവണ. വെരി ഗുഡ്.
താങ്ക് യു. അതെ, ആങ്കറിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ ബിഹൈൻഡ് സ്ക്രീനിൽ ഹരിച്ചേട്ടനാണ് ആദ്യമായിട്ട് എന്നെ കൊണ്ട് ഒരു പരിപാടി ആങ്കർ ചെയ്യിപ്പിച്ചത്. അവിടെ തന്നെ വർക്ക് ചെയ്ത ഇനി ആരെങ്കിലും ഉണ്ടോ ഹരിച്ചേട്ടൻ ആങ്കറിങ് ചെയ്യിപ്പിക്കാത്തവരായിട്ട്? അതുകൂടി നമുക്ക് കേൾക്കണം. അല്ല, തൃശ്ശൂർ നമുക്ക് അഭിമാനമാണല്ലോ, കാരണം ഹരിച്ചേട്ടൻ ഒത്തിരി ടാലൻസിനെ കൊണ്ടുവന്നു. ചേച്ചി ഇന്ദുലേഖ വാര്യർ ഇപ്പൊ വലിയ സിംഗറാണ്, ചേച്ചിയും ഞങ്ങൾ കുറെ പേര് അന്ന് ചെറുപ്പത്തിൽ ഹരിച്ചേട്ടൻ പിക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ്. അവൻ പാവങ്ങളുടെ പിക്കാസോ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പൊ അതിന് ഹരിച്ചേട്ടൻ വീണ്ടും ഇങ്ങോട്ട് വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഓക്കെ, അങ്ങനെ രണ്ടുപേരുടെയും മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. താത്തനോട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കട്ടെ? അറിയായിരിക്കും, സിമ്പിൾ ചോദ്യാ, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ കാണില്ല. അതിന് ചക്കയോ ചക്കക്കുരുവായിട്ടോ വല്ല ബന്ധമുണ്ടോ? അതാണ് ഞാനിങ്ങനെ അന്തപ്പെട്ടിരുന്നത്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വയക്കുണ്ടാക്കാം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. അത് നേരത്തെ പറഞ്ഞ സാധനം അവിടെയാണ് പണി. ഉദ്ദേശിച്ചത് നീ എന്താ ഉദ്ദേശിച്ചത്? അതുമല്ല, ശബ്ദം. ശരിയാണ്. അപ്പൊ രചന ചേച്ചിക്ക് അറിയാൻ തോന്നുന്നു. അപ്പൊ ഒരു ക്വസ്റ്റ്യനും കൂടി. എന്റെ അനിയൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണേ. അത് വെള്ളത്തിലിട്ട പതയുന്ന ഒരു പൂവ്. ഷാമ്പു. അപ്പൊ ഇത് ചെറിയ പാലം കടക്കാൻ പറ്റില്ല കേട്ടോ. മൂക്കിന്റെ പാലം. ടീച്ചർ അല്ലേ? അപ്പൊ ഞാനൊരു ശരിക്കുള്ള ഒരു കുസൃതി ചോദ്യം അല്ലാത്തൊരു ചോദ്യം ചോദിക്കാം. വേണോ? ജഡ്ജായിട്ടിരിക്കുകയാണ്. വിവരത്തിന് ഇവർക്ക് പറയാം. ഓക്കെ, നമുക്ക് സോളാർ സിസ്റ്റം ഉണ്ടല്ലോ, അതില് മുൻപ് 9 പ്ലാനറ്റ്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ 8 ഉള്ളൂ. ആ 9ാമത്തേത് ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആണ്. അതിന്റെ പേരെന്താ? പ്ലൂട്ടോ. അടിപൊളിയാണ്. അത് രമേശോട്ടനറി. ഈ ഡ്വാർഫ് പ്ലാനറ്റ് എന്താണ്? ഇതിന്റെ മലയാളം എന്താ? പ്ലൂട്ടോ. ഞാൻ പറയട്ടെ, കുള്ളൻ ഗ്രഹം. അപ്പൊ രമേശേട്ടന് കുറച്ച് അറിയില്ല. നിങ്ങളെ ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള കാര്യം ചോദിക്കണം, പ്ലൂട്ടോയിലുള്ള കാര്യമല്ല ചോദിക്കേണ്ടത്. ISROന്റെ ഫുൾ ഫോം. ISROന്റെ ഫുൾ ഫോം അറിയാമോ? എന്താ സ്പേസ് ഷിപ്പ് അങ്ങനത്തെ? ആർക്കാ അറിയാവുന്നേ? ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ശരിക്കും ISROന്റെ ഫുൾ ഫോം അതൊന്നല്ല. അത് ഇന്ത്യക്കാർ റോക്കറ്റ് ഉണ്ടാക്കിയപ്പോ ഈശ്വരോ എന്ന് എഴുതി വെച്ചതാ. ഇസ്രോ. ശരി, അപ്പൊ നമ്മുടെ കുസൃതി ചോദ്യ പങ്ക്തി ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ഇവർക്ക് ലഭിക്കുന്ന മാർക്സ് എത്രയെന്ന് അറിയാം, പ്ലസ് ആരാണ് ദി ബെസ്റ്റ് പെർഫോമർ എന്നും. രമേശ് ഏട്ടാ. അനുശ്രീ 50-ൽ 45. അൻശ്രീക്കുട്ടി 50-ൽ 46. So 91 out of 100. അനുശ്രീക്ക് 46 കൊടുക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ടിയോണയ്ക്ക് ഞാൻ 50-ൽ 46. അങ്ങനെയാണെങ്കിൽ ഞാൻ ടിയോണയ്ക്ക് 50-ൽ 47. അപ്പൊ ടോട്ടൽ 93 out of 100. വെരി ഗുഡ്. അപ്പോ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ടിയോണ. പ്ലസ് രണ്ടുപേർക്കും ഗോൾഡൻ എൻട്രിയും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി വീണ്ടും വരണം കേട്ടോ. ഓഡിഷൻ ഒന്നും ഇല്ലാണ്ട് ഇവിടെ വന്നതുപോലെ സ്റ്റാൻഡപ്പ് പറഞ്ഞിട്ട് പോവാം. Once Upon a Time സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന സമ്മാനം. പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ funsupon-a-time@gmail.com നിങ്ങളുടെ ഡീറ്റെയിലുകൾ മെയിൽ ചെയ്യുക. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നമ്മൾ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യുകയാണ്. ബട്ട് വി വിൽ ബി റൈറ്റ് ബാക്ക്. അതുവരേക്കും ബൈ.